ഈസ്റ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ വെസ്റ്റ് സൈഡിൽ നമുക്ക് ആഫ്രിക്ക അഥവാ ഈസ്റ്റ് ആഫ്രിക്ക എന്ന് പറയുന്ന സ്വാഹിലി പ്രദേശങ്ങൾ, സ്വാഹിലി, കിസ്വാഹിലി എന്നൊക്കെ പറയുന്ന ടാൻസാനിയ പോലെയുള്ള, കെനിയ പോലെയുള്ള ഈസ്റ്റ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ അഥവാ കിഴക്കൻ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ. പിന്നെ മറുവശത്ത് നേരെ നോർത്തിലായിട്ട്, ഉത്തരഭാഗത്തിലായിട്ട് നമുക്ക് പേർഷ്യൻ രാഷ്ട്രങ്ങളുണ്ട്. അല്ലെങ്കിൽ ഹോർമുസ് എന്ന് പറയുന്ന ഭാഗം അഥവാ പേർഷ്യൻ ഗൾഫ് അഥവാ ഇറാൻ, ഇറാഖൊക്കെ പോലെയുള്ള രാഷ്ട്രങ്ങൾ അടങ്ങിയിട്ടുള്ള വൻകരയുടെ ഭാഗം. പിന്നെ കുറച്ചുകൂടെ ഉത്തര കിഴക്ക് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അറബ് രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ വലിയൊരു ഏരിയയാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തെക്കുറിച്ച് പറയുക എന്നത് പേര് പോലെ തന്നെ സമുദ്രം എന്ന് വളരെ വിശാലമാണ്. അപ്പം അതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് സഞ്ചാരങ്ങളെയും സങ്കല്പങ്ങളെയും കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ 17-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സഞ്ചാരങ്ങളും സങ്കല്പങ്ങളും എന്നതിലേക്ക് ചുരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ മഹാസമുദ്രം എന്നത് വളരെ വിശാലമാണ്. അതിൽ തന്നെ വളരെ വലിയൊരു കാലഘട്ടം ആണ് ഈ പറയുന്ന 17-ാം നൂറ്റാണ്ട് വരെ നിലനിൽക്കുന്നത്. എന്നാൽ 17 മുതൽ 19 വരെ എന്ന് പറയുന്നത് ഈ സമയത്ത് ആണ് നാം ഇന്ന് കാണുന്ന ഒരുപാട് സംസ്കാരങ്ങൾ, ആശയങ്ങളൊക്കെ രൂപപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലേക്ക് വരുന്നത് ഇതിന് മുന്നേയുള്ള 17-ാം നൂറ്റാണ്ടിലേക്ക് വരുന്നതിന് മുന്നേ 15 മുതൽ 17, അതിനെ ജസ്റ്റ് ഒരു ചുരുക്കം പറഞ്ഞ് 17-ാം നൂറ്റാണ്ടിലേക്ക് വരാം. നമുക്കറിയാം, സഞ്ചാരം എന്ന് പറയുന്നത്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സഞ്ചാരം എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്നതാണ്. കാലങ്ങൾക്ക് മുന്നേ സഞ്ചാരമുണ്ട്. അപ്പോൾ അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവിധ മതക്കാരും, മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ സമുദ്ര സഞ്ചാരമുണ്ട്. നമുക്കറിയാം, 4-ാം നൂറ്റാണ്ടിൽ തന്നെ മലബാറിൽ നിന്നും കച്ചവട സംഘങ്ങൾ അറേബ്യയിലേക്ക് പോയിട്ടുണ്ട്. സുലൈമാൻ നബിയുടെ അഥവാ സോളമൻ ചക്രവർത്തിയുടെ എന്ന് ക്രിസ്ത്യൻ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കൊട്ടാരത്തിലേക്ക് ചാലിയത്ത് നിന്നും സുഗന്ധം കയറ്റിക്കൊണ്ടുപോയ രേഖകൾ അഥവാ അതിനെക്കുറിച്ചുള്ള രേഖകൾ റോമിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ മൂസാ നബിയുടെ കാലത്ത് കുന്തിരിക്കം കൊണ്ടുപോയിരുന്നു, മലബാർ പ്രദേശങ്ങളിൽ നിന്ന് കുന്തിരിക്കം കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇങ്ങനെ തുടങ്ങി അന്ന് മുതൽക്ക് തന്നെ വലിയ വിധത്തിലുള്ള സാംസ്കാരിക വിനിമയം നിലനിൽക്കുന്നുണ്ട്. 4-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നീട് 6-ാം നൂറ്റാണ്ടാവുന്ന സമയത്ത് തന്നെ അറേബ്യയിലേക്ക് വലിയ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഇമ്രുൽ ഖൈസിൻ്റെ കവിതയിൽ പലയിടത്തും മലബാറിൽ നിന്നുള്ള പല ഉദാഹരണങ്ങൾ കാണുന്ന. ഉദാഹരണത്തിന് ഒന്ന്, മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന് പറയുന്നതായിട്ട് കാണാം. അതായത് ഊരിപ്പിടിച്ച വാൾ. മുഹന്നദ് എന്ന് പറഞ്ഞാൽ ഹിന്ദ് എന്ന അഥവാ ഇന്ത്യൻ നിർമ്മിതമായ ഊരിപ്പിടിച്ച വാൾ എന്ന് പറഞ്ഞിട്ട് തന്നെ കാണാം. ആ ഇന്ത്യൻ നിർമ്മിത വാൾ, ഈ ഒരു വാൾ നിർമ്മിക്കപ്പെട്ടത് സാമൂഹ്യ ചരിത്രകാരന്മാർ പറയുന്നത് നമ്മുടെ മലപ്പുറത്തുള്ള കരുവാരക്കുണ്ടിൽ വെച്ചായിരുന്നു എന്നാണ്. ഇരിക്കട്ടെ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സാംസ്കാരിക വിനിമയങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ, പിന്നീട് 7-ാം നൂറ്റാണ്ടിൽ നടക്കുന്നു. അങ്ങനെ പിന്നീട് ഇസ്ലാമിൻ്റെ വ്യാപനം നടന്ന് 10-ാം നൂറ്റാണ്ട്, 11-ാം നൂറ്റാണ്ടിലാണ് പിന്നെ വലിയൊരു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വലിയൊരു മാറ്റം വരുന്നത്. അഥവാ അബ്ബാസി ഭരണകൂടം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന. കാരണം ഉമവികളുമായിട്ട് യുദ്ധം ചെയ്തിട്ടാണ് അബ്ബാസികൾ ഭരണകൂടത്തിൽ വരുന്നത്.
അപ്പോൾ അബ്ബാസികൾ ഭരണകൂടത്തിൽ വരുന്നു. അവരുടെ പവർ കാണിക്കാൻ അതുവരെ ഉമവികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പം അവർ ഭരണത്തിൽ നിന്ന് അവരുടെ അധികാരം കാണിക്കാൻ അവർ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇറങ്ങുന്നു. അവിടെ ഉള്ള പാതിരിയായ സാബിർ ഈശോ എന്ന് പറയുന്ന പാതിരിയെ കൊല്ലത്തേക്ക് അയക്കുന്നു. അദ്ദേഹം കൊല്ലത്ത് വന്ന് തരിശാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ വഹിക്കുന്നത്, അതിനെ ചുക്കാൻ വഹിക്കുന്നത് സാബിർ ഈശോയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ 11-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നീട് അറബികളുടെ കാര്യമായ മേൽക്കോയ്മയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലനിൽക്കുന്നത്. അക്കാലത്ത് വളരെയധികം കച്ചവടം നടക്കുന്നുണ്ട്. പള്ളികൾ ഒരുപാടുണ്ടാവുന്നു. മലബാറിലും മറ്റുമായിട്ട് പള്ളികൾ ഉണ്ടാവുന്നു. പിന്നീട് 15-ാം നൂറ്റാണ്ടിലാണ് പിന്നീടൊരു മാറ്റം സംഭവിക്കുന്നത്. അഥവാ യൂറോപ്യന്മാർ മൂന്നാം ലോകത്ത് അധികാരം തേടി വരുന്നു. അപ്പോൾ ഈ അധികാരത്തോടെ ഈ അധികാരത്തിനുള്ള ആർത്തിയിൽ അറബികളെ കൊന്നൊടുക്കുന്നു, മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നു. നമുക്കറിയാം 8-ാം കുരിശ് യുദ്ധം എന്ന പേരിൽ പോർച്ചുഗീസുകാർ അറബികളെയും മുസ്ലിങ്ങളെയും എല്ലാം കൊന്നൊടുക്കുന്ന 16-ാം നൂറ്റാണ്ട് വരെ അത് നീണ്ടു നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നീട് 18-ാം നൂറ്റാണ്ട് വരെ മറ്റ് പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ എല്ലാവരുടെയും കൊളോണിയലിസം വരുന്നു. ഇവരെല്ലാം ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അധികാരം കയ്യിലാക്കുക എന്നതായിരുന്നു. കാരണം സമുദ്രമായിരുന്നു അന്ന് നമ്മുടെ സാമൂഹ്യ അധികാരത്തെ നിശ്ചയിച്ചിരുന്നത്, അല്ലെങ്കിൽ സാമൂഹിക അധികാരത്തിൻ്റെ അളവുകോലായി വർത്തിച്ചിരുന്നത് സമുദ്രമായിരുന്നു. അത് ഇന്ത്യൻ മഹാസമുദ്രം മാത്രമായിരുന്നില്ല. അത് ഇനി കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മധ്യധരണ്യായി അഥവാ മെഡിറ്ററേനിയൻ സീ, ഉസ്മാനികൾ അവർ ഭരണത്തെ മനസ്സിലാക്കിയിരുന്നത് മെഡിറ്ററേനിയൻ സീ അഥവാ മധ്യധരണ്യായിയുടെ അധികാരമുള്ളവൻ ആരോ അവനായിരുന്നു യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും അധികാരമുള്ളത്. അതേപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അധികാരമുള്ളവർക്കാണ് അന്ന് ആഗോള രാഷ്ട്രീയത്തിൽ അധികാരം എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടം വരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു 15 മുതൽ 17-ാം നൂറ്റാണ്ട് വരെ വലിയ ഒരു വളരെ രക്തപങ്കിലമായ, വളരെ കലുഷിതമായ ഒരു കാലമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കാരണം മുസ്ലിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നു. ഈ പറയുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നു. മതപരമായുള്ള പ്രതിസന്ധികൾ, കൊളോണിയലിസം വരുന്നത് വഴിയുള്ള ആത്മീയവും മതപരവുമായുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ മുസ്ലിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ നമുക്ക് നോക്കിയാൽ കാണാം, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അദ്കിയ രചിക്കുന്നു. അദ്കിയയിൽ കൊളോണിയലിസത്തിനെതിരെ ശക്തമായി പ്രതിരോധം നടത്തുന്നു. അപ്പോൾ ഒരു വശത്ത് സാംസ്കാരിക വിനിമയം നടക്കുന്നു, ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ സാംസ്കാരിക വിനിമയം നടക്കുന്നു. മറുവശത്ത് ഏതൊക്കെ സംസ്കാരത്തെ സ്വീകരിക്കണം, ഏതിനെ തള്ളണം എന്നുള്ള ചർച്ചകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതാണൊരു 16, 15 അല്ലെങ്കിൽ 17 നൂറ്റാണ്ട് വരെയുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ഒരു 17 നൂറ്റാണ്ടുകളിൽ വരെയുള്ള പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അറബികളാണൊന്ന്, പേർഷ്യക്കാർ മറ്റൊന്ന്, പിന്നെ ഇംഗ്ലീഷുകാരുണ്ട്, ഡച്ചുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്. എന്നാൽ ഇവരിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗം, ഒരു രാഷ്ട്രക്കാർ, ഒരു സംസ്കാരമുള്ളവർ ചൈനക്കാരായിരുന്നു. അറബികളെ പോലെ കച്ചവടത്തിൽ വളരെ ആഴത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തെ തിരിച്ചറിയുകയും അതിനെ വേണ്ട വിധം ഉപയോഗിക്കുകയും ചെയ്ത ഒരു സംസ്കാരത്തിൻ്റെ, ഒരു നാഗരികതയുടെ ആളുകളായിരുന്നു ചൈനക്കാർ. അവർ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായി, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും അവരെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അവർ ഇന്ത്യൻ മഹാസമുദ്രത്തോട് അല്ലെങ്കിൽ സമുദ്രത്തോടുള്ള അവരുടെ സമീപനമാണ്. അഥവാ നമ്മൾ
ഒരു സാഹസിക പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാം സ്വാഭാവികമായിട്ട് ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാവും, അല്ലേ? അപ്പോൾ ഈ ഒരു അവസരത്തിൽ ചില ആളുകൾ ബബിൾ ഗം ചവക്കുന്നത് നിങ്ങളൊക്കെ ചിലപ്പം പരസ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാഹസികപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബബിൾ ഗം ചവക്കുന്ന ഒരു സ്വഭാവം. ഈ യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം തന്നെ വരുന്നത് ചൈനക്കാരിൽ നിന്നാണ്. കാരണം അവർ സ്റ്റാർ അനീസ് എന്ന് പറഞ്ഞ, അഥവാ തക്കോലം എന്ന് പറയുന്ന, നമ്മൾ ബിരിയാണിയിൽ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണത്തിലൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് ഇടുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് തക്കോലം, ഒരു നക്ഷത്രത്തിൻ്റെ രൂപത്തിലുള്ള. ഇതിനെ അവർ വായിലിട്ട് ചവക്കുമായിരുന്നു. അഥവാ കടലെന്ന് പറയുന്നത് വളരെ സാഹസിക നിറഞ്ഞ, കടൽ യാത്ര എന്ന് പറയുന്നത് വളരെ സാഹസികത നിറഞ്ഞ യാത്രയാണ്. അപ്പോൾ ഒരു ആത്മവിശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ കടിച്ച് ചവക്കുന്ന ഒരു സ്റ്റൈലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന തക്കോലം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്, നമ്മുടെ ബിരിയാണിയിലേക്ക് വരെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് ഓരോരുത്തരും എങ്ങനെയാണ് സമുദ്രത്തോട് സംവദിക്കുന്ന ശൈലി എന്നത്. അതേസമയം അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ മഴക്കാലം നോക്കിയാണ് അവർ യാത്ര ചെയ്തിരുന്നത് എന്നതാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. അല്ലെങ്കിൽ പ്രബലാഭിപ്രായ പ്രകാരം മഴക്കാലം നോക്കിയാണ് ആളുകൾ യാത്ര ചെയ്തിരുന്നത്. കാരണം മഴ ഉള്ള സമയത്ത് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. അന്ന് ഇന്നത്തെ പോലെ കപ്പലുകളല്ല, പായ് കപ്പലുകളോ അല്ലെങ്കിൽ വഞ്ചികളൊക്കെ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സേഫ്റ്റി ഒന്നും ഉണ്ടാവില്ല, സുരക്ഷയില്ലാത്ത യാത്രയായതുകൊണ്ട് മഴക്കാലത്ത് ഒഴിവാക്കി യാത്ര ചെയ്യുന്നു. മഴക്കാലമാവുമ്പോഴേക്ക് മലബാറിലേക്ക് അല്ലെങ്കിൽ മറ്റ് തീരപ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ അറബികൾ മലബാറിലേക്ക് മഴക്കാല സമയമാകുമ്പോഴേക്കും എത്തിച്ചേരുന്നു. മഴക്കാലത്ത് ഇവിടെ തങ്ങുന്നു. ആ സമയത്ത് അവർ തദ്ദേശീയരെ വിവാഹം ചെയ്യുന്നു, തദ്ദേശീയരായ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നു. ഈ വിവാഹങ്ങളിലൂടെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അറബി കല്യാണങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ ഈ അറബി കല്യാണങ്ങളിൽ നമുക്കറിയാം, ഈ കോഴിക്കോട്, വടകര, അതുപോലെ പൊന്നാനിയുടെ ചില തീരങ്ങളിൽ പോയി, അതുപോലെ തലശ്ശേരിയുടെ ചില ഭാഗങ്ങളിൽ പോയി നോക്കിയാൽ അറബി കല്യാണത്തിൻ്റെ അതിൻ്റെ പിന്മുറക്കാരെ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അവരുടെ നിറത്തിലും അവരുടെ സ്വഭാവത്തിലൊക്കെ അതിൻ്റെ ഒരു അറബി സ്വഭാവം കാണുന്നുണ്ട്. അപ്പം അങ്ങനെ അറബി കല്യാണങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. പിന്നെ ഇത് അറബികളാണ്. ഇതിന് തൊട്ടുപുറത്തായിട്ട് പേർഷ്യൻ ഗൾഫിൽ നിന്ന് വന്ന പേർഷ്യക്കാരുണ്ട്. അവർ വളരെ കുറഞ്ഞ രൂപത്തിൽ മാത്രമേ വിവാഹ ബന്ധങ്ങളിലും മറ്റൊക്കെ ഏർപ്പെട്ടിട്ടുള്ളെങ്കിലും അവരും ഇവിടെ വന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മുത്അ വിവാഹം ഉണ്ടാവുന്നത്. മുത്അ എന്ന് പറയുന്നത് താൽക്കാലിക വിവാഹങ്ങളാണ്. ശരീഅത്ത് പ്രകാരം അനുവദനീയമല്ലാത്ത ഹറാമായ രൂപമാണ് താൽക്കാലിക വിവാഹം എന്ന് പറയുന്നത്. പക്ഷേ ഷിയാക്കൾക്കിടയിൽ, പ്രത്യേകിച്ച് ഇസ്നാഅശരികളുടെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു രൂപമാണ് മുത്അ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഷിയാക്കളുടെ ആചാരം സുന്നികളിലും പേർഷ്യൻ സുന്നികളിലൂടെയും മറ്റുമൊക്കെയായി അങ്ങനെ മുത്അയും മലബാറിൽ വരുന്നുണ്ട്. അങ്ങനെ പിന്നെയുള്ള മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വിഭാഗമാണ് ആഫ്രിക്കക്കാർ. ഈ ആഫ്രിക്കക്കാർ അവരും വന്നിട്ട് ഇവിടെ വിവാഹം കഴിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ നിന്ന് വിവാഹം കഴിക്കുക മാത്രമല്ല, ഇവിടെ നിന്നും കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകുന്നു, ആളുകളെ കൊണ്ടുപോകുന്നു കച്ചവടത്തിനും മറ്റുമായി. അതോടൊപ്പം സ്മരിക്കപ്പെടാതെ പോയ മറ്റൊരു ചരിത്രമാണ് അടിമ ചരിത്രം എന്നത്. നമുക്കറിയാം, ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിലേക്ക് അടിമകളെ കയറ്റി അയച്ച ചരിത്രം. വളരെ ക്രൂരമായ രീതിയിൽ അടിമകളെ ചങ്ങലക്കിട്ട് കൊണ്ടുപോകുന്നു. കറുത്ത വർഗക്കാരെ ആഫ്രിക്കയിൽ നിന്നും ഇംഗ്ലീഷുകാർ കൊണ്ടുപോകുന്ന ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഒട്ടും സ്മരിക്കപ്പെടാതെ പോയൊരു ചരിത്രമാണ് മലബാറിലെ അടിമ ചരിത്രം എന്ന് പറയുന്നത്. മലബാറിൽ നിന്നും മാപ്പിളമാരെയും മറ്റും അടിമകളാക്കി, താഴ്ന്ന ജാതിക്കാരെ, ചെറുമക്കാരെ അടിമകളാക്കിയിട്ട് ആഫ്രിക്കയിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നു. ആഫ്രിക്കയിൽ സാൻസിബാറിൽ മലബാർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അഥവാ മലബാറിൽ നിന്നും അടിമകളായിട്ട് വന്നവർ നിർമ്മിച്ച ഒരു സ്ഥലം. അപ്പോൾ ഇങ്ങനെ
പല വിധത്തിലുള്ള കൈമാറ്റങ്ങൾ ഈ ഒരു സമയത്ത് മലബാറിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇരിക്കട്ടെ, ഈ ഒരു 17 നൂറ്റാണ്ടുകൾ വരെ ഇങ്ങനെ വളരെ കലുഷിതമായ രീതിയിലുള്ള പല കൈമാറ്റങ്ങളും വിനിമയങ്ങളും നടക്കുന്നു. ഈ 17 നൂറ്റാണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴയെ അടിസ്ഥാനപ്പെടുത്തി മുസ്ലിങ്ങൾ സഞ്ചരിക്കുന്നു എന്ന ചരിത്രവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന പഠനമാണ് മൺസൂൺ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ പ്രാങ് എഴുതിയ പുസ്തകം. അപ്പോൾ ഈ സെബാസ്റ്റ്യൻ പ്രാങ് എന്ന് പറയുന്ന പ്രൊഫസർ, അദ്ദേഹം ഒരു പ്രൊഫസറാണ്, ചരിത്ര അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് സമുദ്രത്തോട് പേടിയുണ്ടായിരുന്നില്ല. അവർ വളരെയധികം സമുദ്രത്തെ അത്രയധികം ആഴത്തിൽ ഇഷ്ടപ്പെട്ട ആളുകളായിരുന്നു. അപ്പം അതുകൊണ്ട് അവർ മഴക്കാലവും മറ്റൊന്നും നോക്കാതെ സഞ്ചരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നതായിട്ട് കാണാം. അപ്പോൾ ആ വാദങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില വാദങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരുപാട് ചരിത്ര സ്രോതസ്സുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ മലബാറിലെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഈ മലബാറിലെ ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ട് വളരെയധികം ആഴത്തിൽ ബന്ധമുള്ള ഇസ്ലാമാണ്. അഥവാ നമ്മൾ ഇന്ന് കാണുന്ന ഇസ്ലാമിൻ്റെ ശൈലി നമുക്കറിയാം. യമനിൽ നിന്ന് ആണ് നമുക്ക് നമ്മുടെ ഇസ്ലാമിൻ്റെ ഒരു ആധികാരിക രൂപം യമനിൽ നിന്ന് വരുന്ന രൂപമാണ്. കാരണം നമുക്ക് ചരിത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും, ചേരമാൻ പെരുമാൾ അവരുടെ അനുയായികളും മറ്റും, പിന്നെ അതുപോലെ മാലിക് ബിൻ ഹബീബ്, മാലിക് ബിൻ ദീനാറൊക്കെ വരുന്നത് യമൻ വഴിയാണ്. അഥവാ അവരുടെ റൂട്ട് എന്ന് പറയുന്നത് യമനാണ്. അതുകൊണ്ട് തന്നെ യമനി പാരമ്പര്യമാണ് കേരളത്തിലെ ഇസ്ലാമിനുള്ളത്. ഒരു വളരെ മൃദുലമായ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇസ്ലാം, ഒരുപാട് കാർക്കശ്യങ്ങളില്ലാത്ത വളരെ ലളിതസുന്ദരമായ ഒരു ഇസ്ലാമാണ്. അങ്ങനെയുള്ളൊരു ഇസ്ലാമാണ് കേരളത്തിൽ നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു ഇസ്ലാം കേരളത്തിൽ രൂപപ്പെടുന്നത് പല നാടുകളിൽ നിന്നായിട്ട് ആലിമ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം അദ്ദേഹം ഈ സെബാസ്റ്റ്യൻ പ്രാങ് വിവരിക്കുന്നുണ്ട്. ചാലിയത്തെ ഒരു വീട്ടിലെ ആധാരം നോക്കിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ ആധാരത്തിലുള്ളത് വീടിൻ്റെ ആധാരമല്ല, പള്ളിയുടെ ആധാരത്തിൽ ഉള്ളത്, പള്ളിയുടെ അതിര് പറയുന്നതായി കാണാം. ഫക്കീഹ് അഹമ്മദ് സൈത്തൂനിയുടെ വീടിൽ നിന്നും 5 അടി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 അടി തന്നെയാണ്, 5 അടിയിൽ നിന്നും ദൂരത്തായിട്ടാണ് ഇതിൻ്റെ കോർണർ വരുന്നത് എന്നുള്ള ഒരു പരാമർശം. അപ്പോൾ ഇതിൽ അദ്ദേഹം ഈ ഫക്കീഹ് അഹമ്മദ് സൈത്തൂനി ആരാണ് എന്നാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സൈത്തൂൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് തുനീഷ്യയിലാണ്. തുനീഷ്യയിലൊരു സൈത്തൂനുണ്ട്. പക്ഷേ തുനീഷ്യയിലെ സൈത്തൂനിൽ നിന്ന് വരാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. കാരണം ആ ഒരു അന്നത്തെ കച്ചവട റൂട്ടിൽ തുനീഷ്യ പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തുനീഷ്യ ആവാൻ സാധ്യതയില്ല എന്നുള്ളത്. പിന്നീട് അദ്ദേഹം ഇബ്നു ബത്തൂത്തയുടെ അന്വേഷണങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നു ഈ ജെയ്ത്തൂൻ എന്ന് പറയുന്നത് ചൈനയിലെ ഗ്യാങ്ഷു എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പഴയ പേരാണ് ജെയ്ത്തൂൻ. അഥവാ അറബികൾ, നമുക്കറിയാം ഇംഗ്ലീഷുകാർക്ക് മാഹി എന്ന് മഴിയയി എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് ഒരു മാഹിയാക്കി അല്ലേ. അതേപോലെ ഗ്യാങ്ഷു എന്ന് അറബികൾക്ക് ഉച്ചരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് അവർ ഗ്യാങ്ഷു എന്നുള്ളത് ജെയ്ത്തൂൻ എന്ന് അറബിയിൽ പറയുന്നു. അപ്പം ചൈനയിൽ നിന്ന് വന്ന ഫക്കീഹ് അഹമ്മദ് സൈത്തൂനി എന്ന് പറയുമ്പോൾ അതായത് അതിനർത്ഥം ഗ്യാങ്ഷുവിൽ നിന്നും വന്ന ഒരു പണ്ഡിതനാണ് ഫക്കീഹ് അഹമ്മദ്. അപ്പോൾ ഈ ഫക്കീഹ് അഹമ്മദ് ചൈനയിൽ നിന്നും വരുന്നു, മലബാറിൽ ചാലിയത്ത് വന്ന് അവിടെ പഠിക്കുകയും അവിടെ ഉദ്യോഗം നേടുകയും അല്ലെങ്കിൽ അവിടെ മുഫ്തിയായി അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു റൂട്ട് വരുന്നത് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് ഈ ഒരു
വലിയ സഞ്ചാരം ഉടലെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ശൈലി എന്ന് പറയുന്നത് മലബാറിൽ നിന്നും അറേബ്യയിലേക്ക് അല്ലെങ്കിൽ അറേബ്യയിൽ നിന്നും മലബാറിലേക്കുള്ള വിനിമയമാണ്. എന്നാൽ ഇതിനപ്പുറം മലബാറിൽ നിന്നും നേരെ തിരിച്ച് ഇന്തോനേഷ്യ വഴി, തായ്വാൻ വഴി, മലാക്ക വഴി നേരെ ഗ്യാങ്ഷുവിലേക്ക് അങ്ങോട്ടും സഞ്ചാരമുണ്ടാവുന്നു. അതേപ്രകാരം ചൈനയിൽ നിന്ന് തിരിച്ച് മലബാറിലേക്ക് ഒരുപാട് സാംസ്കാരിക വിനിമയങ്ങൾ ഉണ്ടാകുന്നു. നമുക്കറിയാം ചീനച്ചട്ടി. ഈ ചീനച്ചട്ടി എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് വന്ന പാത്രങ്ങളാണ്. ഈ അടുത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് ഒരുപാട് വസ്തുക്കൾ, ചൈനീസ് വസ്തുക്കൾ, 7ഉം 8ഉം നൂറ്റാണ്ടുകളിലൊക്കെയുള്ള ഒരുപാട് ചൈനീസ് വസ്തുക്കൾ അല്ലെങ്കിൽ മധ്യകാലത്തുള്ള ഒരുപാട് ചൈനീസ് വസ്തുക്കളൊക്കെ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാംസ്കാരിക വിനിമയമാണ് നിലനിന്നിരുന്നത്. ഇരിക്കട്ടെ, നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരാം. സെബാസ്റ്റ്യൻ പ്രാങ്, അദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഈ ഒരു സമുദ്രത്തോട് വലിയൊരു ഇഷ്ടമുള്ള ആളുകളായിരുന്നു, വളരെ ക്രേസുള്ള, വളരെ അധികം വെള്ളത്തോട് ഒട്ടും പേടിയുണ്ടായിരുന്നില്ല എന്നുള്ളത്, അഥവാ തലസോഫോബിയ എന്ന് പറഞ്ഞാൽ വെള്ളത്തോടുള്ള പേടിയില്ലാത്ത ആളുകളായിരുന്നു എന്ന്. എന്നാൽ നാം മുസ്ലിം സംസ്കാരത്തിൽ കാണുന്നത് വെള്ളത്തോട് ഒരേ സമയം പേടിയുണ്ട്, മുസ്ലിങ്ങൾക്ക് പേടിയുണ്ട്, അതോടൊപ്പം പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. വളരെ മിശ്രിതമായ ഒരു സ്വഭാവമാണ് വെള്ളം കാണിക്കുന്നത് എന്നതാണ് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ, പ്രതീക്ഷ എന്ന അർത്ഥത്തിൽ ഇപ്പോൾ റഹ്മത്ത്, നമുക്കറിയാം വെള്ളം റഹ്മത്താണ്, മഴ റഹ്മത്താണ് എന്നുള്ളത് അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് മഴ റഹ്മത്താണ് എന്നുള്ള ഒരുപാട് നമ്മൾ ഗ്രന്ഥങ്ങളിലും മറ്റുമായിട്ട് കാണുന്നതാണ്. എന്നാൽ ഈ മഴ തന്നെ അധികമായാൽ, നേരത്തെ പറഞ്ഞ ഒരു ക്ഷീണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വാക്കുകൾ തെറ്റി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ വെള്ളം അമിതമായാൽ, മഴ അമിതമായാൽ, റഹ്മത്ത് തന്നെ അധികമായാൽ എന്താണ്, നമുക്കതൊരു പ്രയാസമാണ് എന്നുള്ള അർത്ഥത്തിൽ മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്ന. നമുക്കറിയാം കൊല്ലവർഷം 1099 അഥവാ 924 മലബാറിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. വലിയൊരു വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ 2018 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കം പോലെ അതിനേക്കാൾ എത്രയോ ഇരട്ടിയായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. അന്ന് കാടും മലയും എല്ലാം ഒലിച്ചിറങ്ങുന്നു. ഒരുപാട് മൃഗങ്ങൾ, ഒരുപാട് മനുഷ്യർ എല്ലാം ഈ ജലപ്രവാഹത്തിൽ ചത്തൊടുങ്ങുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അറബി മലയാളത്തിലായി ഒരുപാട് മുസ്ലിം കവിതകൾ എഴുതുന്നുണ്ട് അന്നത്തെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച്. ജലപ്രവാഹം, വെള്ളപ്പൊക്കമാല, തൂഫാൻമാല, മലബാർ വാദം, ജലഘോരഗീതം എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട്, ഏകദേശം ഒരു 15ലധികം വെള്ളപ്പൊക്കമാലകൾ എൻ്റെ അറിവിൽ തന്നെയുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളപ്പൊക്കമാലകൾ ഇറങ്ങുന്നു. അപ്പോൾ ഈ വെള്ളപ്പൊക്കമാലകളിൽ മുസ്ലിങ്ങൾ വെള്ളത്തെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? ഒരേ സമയം റഹ്മത്താണ്, എന്നാൽ റഹ്മത്ത് തന്നെ പേടിപ്പെടുത്തുന്ന രൂപത്തിലും വരാം എന്നുള്ള അർത്ഥത്തിലാണ് മുസ്ലിങ്ങൾ വെള്ളത്തെ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമിതമായാൽ അമൃതവും വിഷം എന്നുള്ള പോലെ ചിത്രങ്ങളിലടക്കം ആ ഒരു സ്വഭാവം കാണാം. അഥവാ ഈ പുസ്തകങ്ങളിലൊക്കെ ഒരുപാട് ചിത്രങ്ങൾ വരുന്നുണ്ട് വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള. ആ ചിത്രങ്ങളിൽ അടക്കം കാണുന്നത് റഹ്മത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് റഹ്മത്താണ്. ചില സമയത്ത് ആ റഹ്മത്ത് കൂടിക്കഴിഞ്ഞാൽ അത് പ്രയാസമാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇനി വെള്ളം അതേപോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യാശക്ക് വക നൽകുന്നതാണ്.
നേരത്തെ പറഞ്ഞ ഈ റഹ്മത്തിൻ്റെ ബാക്കിയായിട്ട്. മറ്റൊന്ന്, അത് വിശാലതയെ സൂചിപ്പിക്കുന്നതാണ്. അത് പറയാതെ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ. ബഹർ എന്ന് പറഞ്ഞ സമുദ്രത്തിൻ്റെ ആ ഒരു വിസ്തീർണത എന്ന അർത്ഥത്തിൽ അത് ഒരുപാട് അനന്തമായ ആശ നൽകുന്ന അനന്തമായ സാധ്യതകളാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബഹർ എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്കറിയാം, ഇത് കിതാബുകളിലൊക്കെ നമുക്ക് ഈ കിതാബ് ഓതുന്നവരും അല്ലെങ്കിൽ നമ്മളൊക്കെ കിതാബുകളിലും മറ്റുമൊക്കെ ആയിട്ട് കാണുന്നതാണ്. ഗ്രന്ഥങ്ങളുടെയൊക്കെ അധിക പേരുകൾ തന്നെ എന്തായിരിക്കും? ബഹർ എന്നാണ് വരുന്നത്. കാരണം ബഹർ എന്ത് വളരെയധികം ആഴമുള്ള, വളരെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ അവൻ്റെ ജീവിതത്തോട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ബഹർ എന്ന് പറയുന്നത്. അപ്പോൾ ബഹറിനോട് അല്ലെങ്കിൽ സമുദ്രത്തോട് മുസ്ലിമിന് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. എന്നാൽ അതേസമയം നേരത്തെ പറഞ്ഞ തലസോഫോബിയ, പേടിയുണ്ട്. പേടി പല രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ആ പേടിക്കാണ് ഉറുക്ക് കെട്ടിക്കൊടുക്കുന്നത്. ഒരുപാട് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് തൽസമാത്തുമായി ബന്ധപ്പെട്ട, ഇസ്മിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കിതാബുകളിൽ, ദിക്റുമായി ബന്ധപ്പെട്ട കിതാബുകളിലെല്ലാം തന്നെ വെള്ളത്തിൽ പോകുമ്പോൾ, കടലിൽ യാത്ര ചെയ്യുമ്പം ചെയ്യാനായിട്ട് പ്രത്യേക ഉറുക്കുകൾ കാണാം. ഒരുപാട് ഉറുക്ക് മന്ത്രങ്ങൾ കടൽ യാത്രക്ക് വേണ്ടി മാത്രം. ഇനി ലക്ഷണശാസ്ത്രത്തിലേക്ക് നോക്കിയാൽ അവിടെയും കാണാം ചില ആളുകൾക്ക്, ഇന്ന ആളുകൾക്ക് കടൽ യാത്ര ഹൈറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സമുദ്രം എന്ന് പറയുന്നത് വളരെ മിശ്രിതമായ ആശയങ്ങളുള്ള, ഒരേ സമയം ആശയും പ്രത്യാശയും പേടിയും ഭയവുമുള്ള ഒരു സങ്കല്പമാണ് കടലെന്ന് പറയുന്നത്. അതോടൊപ്പം ശത്രുത കൂടി നിലനിൽക്കുന്ന ഒരു കാര്യമായിട്ട് കടലിനെ ചിലർ എണ്ണുന്നതായി കാണാം. പ്രത്യേകിച്ച് ശാലിയാത്തിയുടെ ഒരു സംഭവമുണ്ട്. ഇമാം ശാലിയാത്തി തങ്ങൾ, അദ്ദേഹം ഒരു സംഘം മുക്കുവന്മാരോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം ശാലിയാത്തി ഇമാമ, അദ്ദേഹം വലിയ സമസ്തയുടെ വലിയ പണ്ഡിതനാണ്, വലിയ ഫഖീഹാണ്. അതോടൊപ്പം ഇസ്മിൻ്റെ ചികിത്സകന് കൂടിയായിരുന്നു. അദ്ദേഹം ഒരാൾക്കൊരു സിഹിർ ഏറ്റിട്ടുണ്ട്. ആ സിഹിർ ഏൽക്കപ്പെട്ട വ്യക്തി ഇമാം ശാലിയാത്തിയുടെ അടുക്കൽ ചെല്ലുന്നു. അങ്ങനെ സിഹിർ ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് ശാലിയാത്തി പറയുന്നു, നിങ്ങൾക്ക് ചെയ്ത സിഹിർ ഉള്ളത് കടലിലാണ്, അഥവാ കടലിൽ ചെയ്യപ്പെട്ടാൽ അത്രയും പവറാണ് എന്നാണ് ഇമാം ശാലിയാത്തി അവിടുന്ന് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ചെയ്യപ്പെട്ടത് അതും എടുത്തു കളയാൻ വലിയ പ്രയാസമുണ്ട്. കാരണം സാധാരണ നമ്മളൊക്കെ കേൾക്കുന്ന സിഹിർ എന്ന് പറയുന്നത് കരയിലും മറ്റൊക്കെ മണ്ണിലൊക്കെ ചെയ്യുന്നതാണല്ലോ. പക്ഷെ ഇത് കടലിൽ കൊണ്ടുപോയി ചെയ്യാന്ന് പറഞ്ഞാൽ കടലിന് അത്രയും ശക്തിയുണ്ട്, ശത്രുത ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് കടൽ എന്നുള്ളത്. അങ്ങനെ പിന്നെ ശാലിയാത്തി ഒരു മുക്കുവ സംഘത്തോട് ഈ കടലിൽ കൊണ്ടുപോയിട്ട് അതിനുള്ള അത് ബാത്തിലാക്കാനുള്ള അമല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വസ്തു കൊണ്ടുപോയി ഇടാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കഥയിൽ നിന്നും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾക്ക് അവിടെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? സമുദ്രം എന്നത് ശത്രുതയെ കൂടി സൂചിപ്പിക്കുന്നതാണ്. ചുരുക്കത്തിൽ ശത്രുതയും പ്രതീക്ഷയും പ്രത്യാശയും നിരാശയും വിസ്തീർണതയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സംജ്ഞയാണ് സമുദ്രം എന്നത്. അഥവാ വിശ്വാസത്തിൻ്റെ തന്നെ ഒരു സാദൃശ്യം കൂടിയായിട്ട് നമുക്ക് സമുദ്രത്തെ മനസ്സിലാക്കാം. നമുക്ക് വിശ്വാസത്തിൽ നമുക്ക് ഒരേ സമയം നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേടി വേണം, റബ്ബിനോട് പ്രതീക്ഷ വേണം, അത് അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള പേടിയുണ്ടാകും. പിന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തരാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് പ്രത്യാശയുണ്ടാവും.
അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ മിശ്രിതമായ സങ്കല്പങ്ങളാണ്. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഹക്കിൻ്റെ പാതയിലാണോ എന്നുള്ള ഒരു തരം പേടി നമുക്കുള്ളിലുണ്ടാവും. എപ്പോഴും നിരന്തരമായിട്ട് ഹക്കിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് പോകുന്നുണ്ടോ എന്നുള്ളൊരു പേടിയുണ്ടാവും. ഹക്കിലേക്ക് തന്നെ എത്തണമെന്ന് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും നമ്മളെ സിറാത്തുൽ മുസ്തഖീമിലെ നിർത്തണേ, ചൊവ്വായ മാർഗത്തിൽ നിർത്തണേ എന്ന് നമ്മളെപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുന്നു. അപ്പോൾ അതേപോലെ ഒരു വിശ്വാസി എങ്ങനെയാണോ തൻ്റെ വിശ്വാസത്തെ സമീപിക്കുന്നത്, അതേപോലെയാണ് ഒരു സമുദ്രം എന്ന് പറയുന്നത്, സമുദ്രത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ സമുദ്രത്തിലെ സഞ്ചാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ സങ്കല്പങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇനി സങ്കല്പങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ച് ഒരു 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ സമുദ്രത്തിൽ ഒരേ സമയം സങ്കല്പങ്ങളുണ്ട്, സഞ്ചാരങ്ങളുണ്ട്. സമുദ്രത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. റഹ്മത്താണ്, പേടിയാണ്, വിശ്വാസമാണ്, പ്രതീക്ഷയാണ് എന്നുള്ള വ്യത്യസ്ത സങ്കല്പങ്ങളുണ്ട്. ഇനി സങ്കല്പങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ച് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് സമുദ്രം അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം സ്പെസിഫിക്കലി ഇന്ത്യൻ മഹാസമുദ്രം നമ്മുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നത് എന്ന ഒരു കാര്യമാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അഥവാ നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ സ്രാമ്പ്യപ്പള്ളികൾ അല്ലേ, സ്രാമ്പ്യപ്പള്ളികൾ ഉണ്ടാവാറുണ്ട്. എവിടെയാണ് സാധാരണ സ്രാമ്പ്യപ്പള്ളികൾ കാണാറുള്ളത്? കുളത്തിന് വക്കത്ത് അല്ലേ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മറുപടി ഉണ്ടോ? വയലിൻ്റെ വക്കത്ത്. യെസ്, 2 ഉത്തരവും ശരിയാണ്. വയലിന് വക്കത്താണ്, കുളത്തിന് വക്കത്താണ്. അപ്പം യഥാർത്ഥത്തിൽ ഇത് ആക്ച്വലി വയലിന് നടുവിലാണ് സ്രാമ്പ്യപ്പള്ളികൾ ഉണ്ടായിരുന്നത്. പിന്നീട് വികസനം വരുന്നു, വയൽ നികത്തുന്നു, അപ്പോൾ വയലിന് വക്കത്താകുന്നു. അഥവാ വയലിൻ്റെ നടുവിലായിട്ടാണ് ഏകദേശം വരുന്നത്. അതിനടുത്തൊരു കുളം, ഒരു സ്രാമ്പ്യപ്പള്ളി, അതിന് അടുത്തൊരു കുളം ഉണ്ടാവുന്നു. അപ്പോൾ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു മസല ചരിത്രവുമായി കൂട്ടിച്ചേർത്ത് വായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫതുഹുൽ മുഈൻ അഥവാ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയിട്ടുള്ള 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ വിശ്വവിഖ്യാതമായ ഗ്രന്ഥം, വിശ്വവിഖ്യാതമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഫതുഹുൽ മുഈൻ, അറിയാലോ. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ വുദൂഇനെ പറ്റി മഖ്ദൂം തങ്ങൾ ഒരുപാട് വിശദീകരിച്ച് പറയുന്നുണ്ട്. എങ്ങനെ വുദൂ ചെയ്യണം, വുദൂ ചെയ്യുന്ന സമയത്ത് കയ്യിൽ അല്ലെങ്കിൽ ശരീരത്തിലുള്ള എന്തെങ്കിലും പറ്റിയാൽ, മൈലാഞ്ചി ഉണ്ടെങ്കിൽ എന്താണ് ഹുക്കുമ്, അങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ചും വളരെ ആഴത്തിൽ പറയുന്നുണ്ട്. വെള്ളത്തിൽ എന്തൊക്കെ ചേർന്നാൽ വുദൂ ബാത്തിലോ അല്ലെങ്കിൽ വെള്ളം തൊഹൂറാണ് അല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിശാലമായ ചർച്ചയുണ്ട്. അപ്പം ഒരു ഭാഗത്ത് ശരീരത്തിൽ വുദൂവിൻ്റെ അവയവങ്ങളിലുള്ള മറയെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാം. മറ എന്ന് പറയുന്നത്, ഉദാഹരണം, പെന്നുകൊണ്ട് കയ്യിൽ വര വീണാൽ അതിലേക്ക് വെള്ളം, ഉള്ളിലേക്ക് തൊലിയിലേക്ക് വെള്ളം ചേരുന്നില്ലെങ്കിൽ നമുക്കറിയാം, മദ്രസയിലും മറ്റുമൊക്കെ പഠിച്ചതുപോലെ വുദൂ ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മറകളെ കുറിച്ചാണ് പറയുന്നത്. വുദൂവിൻ്റെ അവയവത്തിലുള്ള വമിനൽ ഹൈലി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതിലിങ്ങനെ കാണാം വസ്ഹുൻ തഹ്തൽ ളുഫിരി എന്ന് പറഞ്ഞിട്ട്, നഖത്തിനടിയിലെ ചേറ് എന്നർത്ഥം വരുന്ന വസ്ഹുൻ തഹ്തൽ ളുഫിരി, നഖത്തിനടിയിലെ ചേറ് മറയിൽപ്പെട്ടതാണ്, ഹായിലിൽപ്പെട്ടതാണ്. ഹായിൽ എന്ന് പറഞ്ഞാൽ മറയിൽപ്പെട്ടതാണ്. അതുണ്ടായാൽ വുദൂ ശരിയാവില്ല. അപ്പം നഖത്തിനടിയിലെ ചേറ് ഒഴിവാക്കിയിട്ട് വേണം വുദൂ ചെയ്യാൻ എന്നുള്ളത്. എന്നിട്ട് മഖ്ദൂം തങ്ങൾ പറയുന്നത് ഖിലാഫൻ ലിൽ ഗസാലി എന്ന്, ഗസാലി ഇമാമിൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി, അഥവാ ഗസാലി ഇമാമിൻ്റെ അഭിപ്രായത്തിൽ ഇത് മറയിൽപ്പെട്ടതല്ല, നഖത്തിനടിയിലെ ചെറുമറയിൽപ്പെട്ടതല്ല. അപ്പോൾ ഗസാലി ഇമാമിൻ്റെ അഭിപ്രായ പ്രകാരം നഖത്തിനടിയിൽ ചേറുണ്ടെങ്കിലും വുദൂ എടുത്താൽ ശരിയാകുമെന്ന് പറഞ്ഞിട്ട് ഒരു മസല കാണാം. അപ്പോൾ ഇത് കേരളത്തിലെ സ്രാമ്പ്യപ്പള്ളികളുമായി എങ്ങനെ കണക്റ്റായിരിക്കുന്നു എന്നൊരു കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
അതായത് കേരളത്തിൽ മഖ്ദൂം തങ്ങൾ എഴുതുന്ന സമയത്ത്, ഫതുഹുൽ മുഈൻ എഴുതുന്ന സമയത്ത് 17 നൂറ്റാണ്ടുകളിലെ സാമൂഹിക പശ്ചാത്തലം നോക്കിയാൽ അന്നുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഭൂരിപക്ഷം വരുന്നത് കുടിയാന്മാരാണ്. കുടിയാന്മാരെന്ന് പറഞ്ഞാൽ ജന്മിയുടെ പാടത്ത് പണിയെടുക്കുന്ന, സ്വന്തമായി സ്വത്തില്ലാത്ത ജന്മിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ എന്നർത്ഥം. അപ്പോൾ ഇവരൊക്കെ കർഷകരാണ്, കർഷകരായ കുടിയാന്മാരാണ്. അഥവാ പാടത്ത് തന്നെ പണിയെടുക്കണം. ഭക്ഷണത്തിന് സമയമാകുമ്പം ഒരു ചെറിയൊരു റെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവർ നിസ്കാരത്തിനൊക്കെ ചെയ്തിരുന്നത് അസറിന് നേരാകാൻ നേരത്ത് റെസ്റ്റ് എടുക്കുന്നു. ആ സമയത്ത് പോയിട്ട് ഹൗല്, ഈ പറയുന്ന കുളം, സ്രാമ്പ്യപ്പള്ളിക്ക് അടുത്തുള്ള കുളത്തിൽ വന്നിട്ട് കൈകാല് കഴുകിയിട്ട് ളുഹർ നിസ്കരിക്കുന്നു. ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ളുഹർ നിസ്കരിക്കുന്നു. പിന്നെ ബാങ്ക് കൊടുത്ത് അസർ നിസ്കരിച്ച് വീണ്ടും പാടത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമയം ഗ്യാപ്പില്ല. ഇവർക്ക് ഒരുപാട് സമയം റെസ്റ്റ് എടുക്കാനില്ല. ഒരുപാട് സമയം കയ്യിലെ ചളിയും മറ്റും ഒരുതി പോക്കാനുള്ള സമയമല്ല, വൃത്തിയാക്കാനുള്ള സമയമല്ല. കാരണം ജന്മിയുടെ പാടത്താണ് പണിയെടുക്കുന്നത്. അപ്പോൾ ജന്മി ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ജന്മി സ്വാഭാവികമായിട്ടും അവരെ ആക്രമിക്കും, പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇവർ മഖ്ദൂം തങ്ങളോട് സ്വാഭാവികമായിട്ട് പരാതി പറയുന്നു. അപ്പോൾ മഖ്ദൂം തങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുള്ള പ്രദേശങ്ങൾ നോക്കുന്നു. അപ്പോൾ മഖ്ദൂം തങ്ങൾ കാണുന്നത് എവിടെയാണ്? പേർഷ്യയിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഉത്തര കിഴക്കൻ ഭാഗത്തുള്ള, അല്ലെങ്കിൽ ഉത്തര കിഴക്കൻ ഭാഗത്തുള്ള പേർഷ്യയിൽ ഇതേപോലെ കർഷകർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ സർക്കശി ഇമാം ഇതേ അഭിപ്രായം പറയുന്നുണ്ട്. നഖത്തിനടിയിലെ ചേറ് എന്തിൽ പെടുന്നില്ല? മറയിൽ പെടുന്നില്ല. അപ്പോൾ അവർക്ക് നഖത്തിനടിയിലെ ചേറ് പോക്കാതെ നിസ്കരിച്ചാലും അവർക്ക് വുളൂ ശരിയാകും. പക്ഷെ അതെല്ലാവർക്കുമല്ല. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കർമ്മശാസ്ത്രത്തിൽ തന്നെ എല്ലാ ഹുക്കുമുകളും എല്ലാവർക്കും ഉള്ളതല്ല. മുറിവ് പറ്റിയവന് തയമ്മും ഉണ്ടാവും, വെള്ളമില്ലാത്തവന് തയമ്മും ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും ആ ഹുക്കും ഉണ്ടായിരിക്കൊള്ളണമെന്നില്ല. അതേപോലെയാണ് ഈ പറയുന്നതും. അപ്പോൾ മഖ്ദൂം തങ്ങൾ ആ ഹുക്കും ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഹുക്കും ഇവിടെ കൊണ്ടുവരുന്നതോടെ സ്രാമ്പ്യ പള്ളികൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം വർദ്ധിക്കുന്നു. സ്രാമ്പ്യ പള്ളികളിലേക്ക് കർഷകർ വരുന്നു. കാരണം പല ആളുകളും നിസ്കരിക്കാൻ മടിച്ചിരുന്നത് കയ്യിലെ ചെളി പോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരുന്നു. അപ്പം മഖ്ദൂം തങ്ങൾ ഈ ഒരു മസല പറയുന്നതോടെ ആളുകൾ പള്ളിയിലേക്ക് വരുന്നു, കൂടുതലായിട്ട് ഇബാദത്തുകളിലേക്ക് ഏർപ്പെടുന്നു. ഇതേപോലെ തന്നെ നോക്കിയാൽ നമുക്ക് വേറെയും ഒരുപാട് മസലകൾ, ഇപ്പം നോക്കിയാൽ ഇന്ത്യൻ മഹാസമുദ്രം കടന്ന് അറേബ്യ കടന്ന് മലബാറിലെത്തിയ ഒരുപാട് മസലകൾ കാണാം. ഫതുഹുൽ മുഈനിൽ തന്നെ ഹൗലിൻ്റെ വിഷയം പറയുന്നിടത്ത് കാണാം ഓലയിൽ നിന്ന് വീണ പ്രാണിയെ കുറിച്ചിട്ട്. കാരണം മലബാറിലെ പള്ളിയിൽ അന്ന് ഓലമേഞ്ഞ പള്ളികളായിരുന്നു. അപ്പോൾ പള്ളികളിൽ ഓലമേഞ്ഞത് കൊണ്ട് ഈ ഓലയിൽ നിന്ന് ഒരു തരം വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു പ്രാണിയുണ്ട്. അപ്പോൾ ഈ പ്രാണി വീണ് കഴിഞ്ഞാൽ അത് വെള്ളം നജസ്സാവും എന്നുള്ളത്. അപ്പോൾ ഇത് വരുന്നത് അറേബ്യ കടന്ന് ഇന്ത്യൻ മഹാസമുദ്രം കടന്നാണ് മലബാറിലെത്തുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മലബാറിൽ നിന്നും ഒരുപാട് വിനിമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാംസ്കാരിക വിനിമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വൈജ്ഞാനിക വിനിമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ വിനിമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത്, ഇതിലെവിടെയാണ് നമ്മുടെ, അല്ലെങ്കിൽ നാം ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് മുഅ്മിനിന്റെ വിശ്വാസം തന്നെ സമുദ്രത്തോട് സമാനമാണ്. സമുദ്രത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ലഭിക്കാനുണ്ട്, ഒരുപാട് പ്രതീക്ഷിക്കാനുണ്ട്, അതേസമയം ഭയപ്പെടാനുണ്ട്. അത് വിശാലമാണ്, മനസ്സിലാക്കിയാൽ തീരാതത്രയുള്ളതാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കാമെന്ന് തോന്നുന്നു. ചർച്ചയോ മറ്റോ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ എങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് സംവദിക്കാമെന്ന് തോന്നുന്നു.
അത് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്നും അറിയിച്ചുകൊണ്ട് ഇതുവരെ ശ്രവിച്ചതിൽ സന്തോഷം അറിയിച്ചു കൊണ്ടും ദുആ വസിയത്ത് നടത്തിക്കൊണ്ടും അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.